ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് വിൻഡ് ബ്രേക്കർ എന്ന ജാപ്പനീസ് അനിമി ടി വി സീരീസിന്റെ സീസൺ 1 6ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡോട് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോക്ക് എത്ര ലൈക്കാന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോട്ട് സമയങ്ങളാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. ബൊഫൂരിലെ പിള്ളേര് നമ്മുടെ ആളുകളെ മൊത്തം വാരിയെടുക്കുവാണല്ലോ. ആരടായവൻ? ഇവനെതിനു മുൻപ് കണ്ടിട്ടേ ഇല്ലല്ലോ. ഫസ്റ്റ് ഇയർ ആണെന്ന് തോന്നുന്നു എന്ന് സോയെ കണ്ട് ഷിഷിട്ടോറിയയിലെ ആളുകൾ പറയുന്നു. നീ ശരിക്കും സ്ട്രോങ് ആണല്ലോ എന്ന് ഉമ്മയും പറയുന്നു. അതെന്ത് മാർഷൽ ആർട്സാ? കുൻഫു ആണോ എന്ന് ചോദിക്കുകയാണ് നേരിൻ. ഈ ഒരു മാർഷൽ ആർട്സിന് അങ്ങനെ പേരൊന്നുമില്ല. എനിക്കിത് പഠിപ്പിച്ചു തന്ന മാസ്റ്റർ ചെയ്യുന്നത് കണ്ടിട്ടാ ഞാൻ പഠിച്ചേ എന്ന് സോ അവനോട് പറയുന്നു. എനിക്കെന്തോ ഇത് വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല. നീ ഒരാളുടെ ഇമോഷൻ വെച്ച് നിന്റെ ഫുൾ സ്ട്രെങ്ത് പുറത്തു കൊണ്ടുവന്നു എന്ന് ഹിറാഗി അവനോട് പറയുന്നു. അതെ, നിങ്ങളത് കണ്ടുപിടിച്ചല്ലേ. ഇപ്പൊ സാക്കുറക്ക് എന്നോട് അസൂയ തോന്നി കാണുമല്ലേ? ഏയ്, എന്തിന്? എനിക്ക് നിന്നോട് അസൂയൊന്നുമില്ല. നീ നന്നായിട്ട് തന്നെയാ ഫൈറ്റ് ചെയ്തേ. പക്ഷെ നിന്നെക്കാൾ നന്നായി ഫൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് കേട്ട് നേരിൻ, നീ എന്താ ഇവന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ പോവാണോ എന്ന് സാക്കുറയോട് ചോദിക്കുന്നു. ഏയ്, അവന്റെ മുഖം കണ്ടാലറിയാം അവൻ എന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ താല്പര്യമില്ല. സ്റ്റേജിൽ ഞാൻ ചെയ്യുന്ന പെർഫോമൻസ് കണ്ട് എന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ അവന് പേടിയായിരിക്കും എന്ന് നമ്മുടെ ദിക്കാപ്രിയോ പറയുന്നു. ഇത് കേട്ട് ടെൻഷനായ സാക്കുറ, എന്ത്? എനിക്ക് പേടിയോ? വാടാ, ഇപ്പൊ തന്നെ നമുക്കൊരു കൈ നോക്കാം. ആർക്കാ പേടിയെന്ന് ഞാൻ കാണിച്ചുതരാം. വാ. ഫൈറ്റ് ചെയ്യാൻ പോകുന്ന സാക്കുറയെ എങ്ങനെയൊക്കെ പിടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുവാണ് നേരിൻ. സോ സാക്കുറ കാരണം അവന്റെ ചുറ്റുമുള്ളവരും ഇൻഫ്ലുവൻസ് ആവുന്നുണ്ടെന്നുള്ള കാര്യം ഉമ്മയെ മനസ്സിലാക്കുന്നു. ഇതേ സമയമാണ് ഡിക്കാപ്രിയുടെ കൂടെ ഫൈറ്റ് ചെയ്ത കാനമ നേരത്തെ തോറ്റുപോയ ആരിമയെ വലിച്ചുകൊണ്ട് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിരിക്കുന്നു. ഇതിനോടൊക്കെ ബോധം വന്ന ആരിമ എഴുന്നേറ്റ് അവന്റെ അടുത്തോട്ട് പോവാണ്. നീയും തോറ്റുപോയല്ലേ? അത്ര തന്നെ, എല്ലാം അവസാനിച്ചു. നമ്മൾ തോറ്റുപോയി. ഇനി നമ്മൾ ഷിഷിട്ടോറിയൻ ഗ്യാങ്ങിൽ ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് പറയുവാണ് കാനമ. ആ സുവോ വളരെയധികം സ്ട്രോങ് ആണ്. ഞാൻ അവന്റെ കൂടെ പോയി ഫൈറ്റ് ചെയ്താലോ എന്ന് ചോദിക്കുകയാണ് ടോമിയാമ. ഇപ്പൊ ഇവിടെ അടങ്ങിയിരിക്കുക എന്ന് അവനോട് പറയുവാണ് ജോ. ശരി, അടുത്തത് ഇനി ഞാനല്ലേ എന്ന് പറഞ്ഞ് എഴുന്നേക്കുവാണ് സാക്കുറ. അപ്പോഴാണ് സാക്കോ എഴുന്നേക്കുന്നത്. ഹിറാഗിയുടെ കൂടെ ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ അവൻ ഹിറാഗിയെ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് കണ്ട് ടെൻഷനായ സാക്കുറ, ഞാനല്ലേ ആദ്യം എഴുന്നേറ്റ് നിന്നേ, അപ്പൊ എനിക്ക് വേണം ഫൈറ്റ് ചെയ്യാൻ. സാക്കുറ, നിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ ജോ അല്ലേ നീ ക്ഷണിച്ചിരിക്കുന്നേ? ഇപ്പൊ അവൻ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആക്ച്വലി അവന്റെ കൂടെ ഞാനാണ് ഫൈറ്റ് ചെയ്യേണ്ടത്. പക്ഷേ എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട് സാക്കുറ എന്ന് പറഞ്ഞ് ഹിറാഗി സ്റ്റേജിലോട്ട് പോവാണ്. നീ എന്നെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ എന്തായാലും ജയിക്കും എന്ന് പറയാണ് സാക്കുറ. ഇതേ സമയമാണ് ഹിറാഗിയും സാക്കോയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് ഇവർ കാണുന്നതാ. ഇവർക്ക് ഇതിനു മുൻപേ തന്നെ നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമെന്ന് തോന്നുന്നു എന്ന് സാക്കുറയും നേരിനും പറയുന്നു. എല്ലാവരും ഒരേ ടൗണിലല്ലേ നിൽക്കുന്നത്. ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊന്നും വലിയ കാര്യമല്ല എന്ന് ഉമ്മേമിയ അവരോട് പറയുന്നു. മറ്റുള്ളവരെ പോലെയല്ല സാക്കോ. അവനെ ഒന്നും പെട്ടെന്ന് അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം അവനും ടോപ്പ് 5-ൽ ഒരുത്തനാണ്. ഒരുപാട് ഫൈറ്റ് അവൻ നേരിട്ടിട്ടുണ്ട്. മറ്റു ഫൈറ്റ് പോലെ ആയിരിക്കില്ല ഇത് എന്ന് പറയാണ് ജോ. സാക്കോ, നീ എല്ലാം അവസാനിപ്പിച്ച് ഷിഷിട്ടോറിയനിൽ വന്നിട്ടാണോ ജോയിൻ ചെയ്തേ? എന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ നിന്നെ കൊണ്ട് പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ഹിറാഗി അവനോട് ചോദിക്കുന്നു. ഹേയ്, പെട്ടെന്ന് എന്നെ ഫൈറ്റ് ചെയ്യ് എന്ന് പറഞ്ഞ എല്ലാവരും ഒച്ചയുണ്ടാക്കുന്നു. ഫൈറ്റ് തുടങ്ങുന്നതിന് മുൻപ് നീ ജയിക്കുമെന്ന് നീ ഒറ്റയ്ക്ക് അങ്ങ് തീരുമാനിച്ചാൽ മതിയോ എന്ന് പറഞ്ഞ സാഗോ അവന് നേരെ ഓടുന്നു. രണ്ടുപേരും വേറെ ലെവലിൽ എന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ രണ്ടുപേരുടെയും മൂവ്സ് കണ്ട് അവരെല്ലാവരും ഞെട്ടിത്തെരിച്ച് നിൽക്കുന്നു. ഇപ്പോ പോലും നീ എന്നെ വളരെ വില കുറച്ചാണ് കണ്ടത്. ഞാൻ പഴയ സാക്കോ അല്ല. ഞാൻ ആരാണെന്ന് ഞാൻ ഇപ്പൊ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഹിറാഗിയെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് സാക്കോ. ബുമൂരില്ലേ 4 കിങ്സിൽ ഒരാളെ ഒന്ന് ശ്വാസം വിടാൻ പോലും സമ്മതിക്കാതെ നീ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ സാക്കോ. നീ ശരിക്കും വേറെ ലെവലാടാ എന്ന് പറഞ്ഞ് ഷിഷിട്ടോറിയൻ അവിടെ കടന്ന് ഒച്ചയുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സാക്കോ ടോപ്പ് 5-ൽ എത്തിയത് വെറുതെയാണോ? ഒരുപാട് ഗാങ്ങിന്റെ കൂടെ അവൻ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അവന്റെ ഫൈറ്റിംഗ് സ്കിൽസ് എല്ലാം ഒരുപാടധികം ഇംപ്രൂവ് ആയിട്ടുണ്ട്. പക്ഷെ ഇത്രയൊക്കെ ആയിട്ടും അവനെ ഒന്നും മനസ്സിലാക്കാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്ന് പറയാണ് ടോമിയമ്മ. ഇവൻ സാധാരണ ഇങ്ങനെയൊന്നും സംസാരിക്കാറില്ല. ഇപ്പോഴാണ് ഇവൻ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കാണുന്നത്. മേ ബി ഇവർക്ക് രണ്ടുപേർക്കും ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടായിരിക്കും എന്ന് പറയുവാണ് ജോ. നിന്റെ അറ്റാക്സ് എല്ലാം വളരെയധികം സിമ്പിൾ ആണല്ലോ എന്ന് പറഞ്ഞ സോക്കോ ഹിറാഗിയെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ ഒരുപാട് മാറി സാക്കോ. പണ്ട് നീ ഫൈറ്റ് ചെയ്യുമ്പോ വളരെയധികം സൈലന്റ് ആയിരുന്നു. എന്ന് ഇപ്പൊ ഓവറായിട്ട് സംസാരിക്കാൻ തുടങ്ങി എന്ന് ഹിറാഗി പറഞ്ഞു തീർന്നതും അവന്റെ മോന്തക്കിട്ട് കൊടുക്കുവാണ് സാക്കോ. തെറിച്ചു പോയി താഴെ വീണ ഹിറാഗിയെ നോക്കി, ഇവരെ പോലെയുള്ള ആളുകളുടെ കൂടെ നടന്ന് നീ ഒരുപാട് സോഫ്റ്റ് ആയി മാറി ഹിറാഗി എന്ന് പറഞ്ഞ സാക്കുറയും മറ്റുള്ളവരെയും നോക്കുവാണ് സാഗോ. ഡാ മണ്ട, ഏയ് നിന്നെയല്ല, ഡേയ് നിന്നോടാ. നീ അടിമേടിച്ച് താഴെ കിടക്കുന്നതുകൊണ്ട് അവൻ ഞങ്ങളെയും കൂടി ചേർത്തിട്ടാ കുറ്റം പറയുന്നേ. വേഗം എഴുന്നേറ്റ് അവന്റെ കൂടെ ഫൈറ്റ് ചെയ്യടാ, അല്ലെങ്കിൽ ഞാൻ തന്നെ വന്ന് നിന്നെ തല്ലും എന്ന് പറഞ്ഞ് ടെൻഷൻ ആവുകയാണ് സാക്കുറ. സാക്കുറയെ പിടിച്ചു വെക്കുന്ന നേരിനെ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് സുവോ. സാക്കുറ അവനിൽ നിന്ന് ഒരുപാടധികം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാ അവൻ ഇങ്ങനെ കടന്ന് ഒച്ചയുണ്ടാക്കുന്നത്. സോ ഹിറാഗിയെ തോൽപ്പിച്ച് നിൽക്കുന്ന സാക്കോയോട് ഉമേമിയ ഒരു കാര്യം പറയുന്നു. ഹേയ് സാക്കോ, ഹിറാഗി 4 കിങ്സിൽ ഒരാളാണ്.
അവന്റെ ടീമിന്റെ പേര് ഡാമാൻടൻ. പക്ഷെ അതിന് ഒരു പേര് കൂടിയുണ്ട് എന്ന് ഉമേമിയെ പറഞ്ഞു തീർന്നതും അടികൊണ്ട് താഴെ കിടക്കുന്ന ഹിറാഗി എഴുന്നേക്കുന്നു. പെട്ടെന്ന് തന്നെ സാക്കോയെ ഒറ്റയടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഒഴിഞ്ഞു മാറിയ സാക്കോയോട് ഈ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ഒക്കെ എന്നെ ഉപദേശിക്കാൻ വേണ്ടി തുടങ്ങി. ഇതിന് നീ അനുഭവിക്കും. ആ ടീമിന് ഒരു പേര് കൂടിയുണ്ട്, ഗോഡ് ഓഫ് വാർ ഇഷുമാൻഡെ എന്ന് ഉമേമി അവരോട് പറയുന്നു. ഇപ്പൊ ഞാൻ ഒരുപാടധികം ടെൻഷനായി. ഈ പിൽസിന് പോലും അത് മാറ്റാൻ സാധിക്കില്ല എന്ന് ഹിറാഗി അവനോട് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. ഡേയ്, നീ നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിച്ച് നീ അങ്ങ് വലിയവനാണോ എന്ന് പറഞ്ഞ് കുറച്ച് കുട്ടികൾ സാക്കോയെ ബുള്ളിങ് ചെയ്യുന്നു. ഞാൻ നന്നായിട്ട് പഠിക്കുന്നോണ്ട് നിങ്ങൾക്ക് എന്താ കുഴപ്പം എന്ന് സാക്കോ അവരോട് ചോദിക്കുന്നു. ഇത് കേട്ട് അവരെല്ലാവരും സാക്കോയെ അറ്റാക്ക് ചെയ്യുന്നു. ഡേയ് നിർത്തടാ എന്ന് പറഞ്ഞ് ഹിറാഗി ആയിരുന്നു അവനെ രക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ട് വന്നത്. സോ ഹിറാഗി ഇപ്പോ മുൻപത്തിനേക്കാൾ വളരെയധികം സ്ട്രോങ് ആയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഇവൻ സീരിയസ് ആയിട്ട് ഫൈറ്റ് ചെയ്താ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുവാണ് ഷിഷിട്ടോറിയനിലെ ആളുകൾ. ഇപ്പൊ ശരിക്കും അവൻ വേറെ ലെവലിലാണോ ഫൈറ്റ് ചെയ്യുന്നത് എന്ന് പറയുവാണ് സാക്കുറ. നീ അവനെ ചീറപ്പിയതില്ലേ, അതുകൊണ്ടായിരിക്കും അവൻ ഇത്രയും സ്ട്രോങ് ആയിട്ട് മാറിയത് എന്ന് ഡിക്കാപ്രിയോ അവനോട് പറയുന്നു. ഫസ്റ്റ് തന്നെ ഇവനെ ഫുൾ സ്ട്രെങ്ത് എടുത്ത് ഫൈറ്റ് ചെയ്താൽ മതിയായിരുന്നല്ലോ, അപ്പൊ ഞാൻ അവനെ കുറ്റപ്പെടുത്തില്ലായിരുന്നല്ലോ. സോ ഇവർ രണ്ടുപേരും ഇവിടെ കട്ടക്കി പിടിച്ചു നിൽക്കുവാണ്. ഈ ഫൈറ്റ് ശരിക്കും വേറെ ലെവലായിട്ടുണ്ട്, ഞാനിത് ഒരുപാട് എൻജോയ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ടോമിയമ്മ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നോട് ചോദിച്ചാ ഞാൻ പറയും ഹിറാഗിയാണ് സ്ട്രോങ് എന്ന് ജോയും പറയുന്നു. ഇവൻ എങ്ങനെയാ ഇത്രയും സ്ട്രോങ് ആയിട്ടിരിക്കുന്നേ? ഇവൻ ആ വീക്ക് ആയിട്ടുള്ളവരുടെ കൂടെ അല്ലേ നടക്കുന്നേ? ഞാൻ ഒറ്റയ്ക്കിരുന്ന് സ്ട്രോങ് ആവുന്നതിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്, എന്നിട്ടും എന്തുകൊണ്ട് എന്ന് ചിന്തിക്കുവാണ് സാക്കോ. നീ എന്തിനാ അവരുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ചേ? ഇവര് നിന്നെ ബുള്ളിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? ആരാണെങ്കിലും അത് കണ്ടുകൊണ്ടിരുന്ന അത് തടയാൻ വേണ്ടി ശ്രമിക്കുമല്ലോ. ഇനിയെങ്ങാനും നിനക്ക് ഇവരുടെ കയ്യിൽ നിന്നും അടിമേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നോ? തുടക്കത്തിൽ തന്നെ നീ ഇവരെ എതിർത്തില്ലെങ്കിൽ വീണ്ടും ഇവർ നിന്നെ വന്ന് അറ്റാക്ക് ചെയ്യും. സോ എഴുന്നേക്ക് എന്ന് പറഞ്ഞ് കൈ നീട്ടുവാണ് ഹിറാഗി. എന്നെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്, എന്നെ ഈ ഫൈറ്റ് ചെയ്യാൻ പഠിപ്പിച്ചു തരുമോ എന്ന് സാക്ക ഹിറാഗിയോട് ചോദിക്കുന്നു. ഹിറാഗി പറയാതെ തന്നെ അവനെ ഒരുപാട് പേർ ഫോളോ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അതിൽ ഞാനും ഒരുത്തനാണ്. എപ്പോഴും ഹിറാഗിയെ സപ്പോർട്ട് ചെയ്യണമെന്നാ ഞാൻ വിചാരിച്ചേ. ഹേ ഹിറാഗി, ഫ്യൂരിൻ ഹൈസ്കൂളിൽ ചേരാനല്ലേ നീ ഉദ്ദേശിക്കുന്നേ? എന്തായാലും നീയായിരിക്കും അവിടുത്തെ ടോപ്പ് ലിസ്റ്റിൽ വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിന്റെ കൂടെ നിന്ന് ഞാനും നിന്നെ സഹായിക്കാം. അതിന്റെ ആവശ്യമില്ല സാക്കോ. ഹൈസ്കൂളില് ഉമ്മേമിയ എന്ന് പറയുന്ന ഒരു ടോപ്പ് സ്റ്റുഡന്റിനെ ഫോളോ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഞാനൊരിക്കലും ടോപ്പ് സ്റ്റുഡന്റ് ആവാൻ പോകുന്നില്ല. സോ നീ എന്നെ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. നീ എന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നീ വിചാരിക്കുന്ന ഒന്നും ഒരിക്കലും നടക്കില്ല. നീ നിന്റെ ഗോൾസ് എല്ലാം തന്നെ ചേഞ്ച് ചെയ്തോ, നിന്റെ ലൈഫ് നീ തീരുമാനിക്കുക എന്ന് പറഞ്ഞ് ഹിറാഗി അവിടെ നിന്നും പോകുന്നു. എനിക്ക് സ്ട്രോങ് ആയിട്ട് മാറണം. ആ വീക്കായിട്ടുള്ളവരുടെ കൂടെ നടന്ന നീയും വീക്കായിട്ട് മാറും ഹിറാഗി എന്ന് പറഞ്ഞ് സ്ട്രോങ് ആവാൻ വേണ്ടി എല്ലാവരെയും അടിച്ച് താഴെയിട്ടുകൊണ്ടിരിക്കുകയാണ് സാക്കോ. അപ്പോഴാണ് ജോയും ടോമിയാമയോ അവനെ കാണുന്നത്. ഞങ്ങളുടെ ടീമിൽ വന്ന് ജോയിൻ ചെയ്യുന്നു നീ? നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ളവരാണോ? തീർച്ചയായിട്ടും ഞങ്ങളാണ് പവർഫുൾ. ഞങ്ങൾ സ്ട്രോങ്ങിനാണ് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇനി നിനക്ക് അത്രയധികം സംശയം ഉണ്ടെങ്കിൽ എന്റെ കൂടെ വന്ന് ഫൈറ്റ് ചെയ്യേ എന്ന് പറയാണ് ടോമിയാമ. ഹിറാഗി അവനെടുത്ത ഡിസിഷൻ തെറ്റായിരുന്നുവെന്ന് ഞാൻ അവനക്ക് തെളിയിച്ചു കൊടുക്കും എന്ന് പറയുവാണ് സാക്കോ. വീണ്ടും പ്രസന്റില് സാക്കോ ഹിറാഗിയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ ഹിറാഗിയെ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്താണ് തിരിഞ്ഞു നിന്ന് അവന്റെ കാല് വെച്ച് മോന്തി കിട്ടുന്നു കൊടുക്കുന്നു. നീ ആ വീക്കായിട്ടുള്ളവരുടെ കൂടെയാണ് ചുറ്റി കറങ്ങിക്കൊണ്ടിരുന്നത് എന്ന് ഞാൻ ഓരോ ദിവസവും സ്ട്രോങ് ആയിട്ട് മാറാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഒരിക്കലും തോറ്റു തരില്ല എന്ന് പറഞ്ഞ് വീണ്ടും സാക്കോ അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അത് തടുത്തു വെച്ച് ഹിറാഗി, നീ ഇത്രത്തോളം കഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. സോറി സാക്കോ എന്ന് പറഞ്ഞ് ഹിറാഗി അവന്റെ വായിനിട്ടൊരു കുത്തു കൊടുക്കുന്നു. നീ എന്തിനാ എന്നോട് സോറി ചോദിക്കുന്നേ? തെറ്റല്ല എന്റെ ഭാഗത്താ. നിന്നെ ഞാൻ ഫോളോ ചെയ്തു, ചെറുപ്പം തൊട്ടേ നിന്നെ ഞാൻ ഫോളോ ചെയ്തു. പക്ഷേ നീ എന്നെ ഫോളോ ചെയ്യരുത്. സ്ട്രോങ് ആവാൻ വേണ്ടി നിന്റെ ഡ്രീം നീ ചേഞ്ച് ചെയ്യേ. സ്ട്രോങ് ആയിട്ടുള്ള ആരുടെ കൂടെ വേണമെങ്കിലും നിനക്ക് ചേരാം എന്ന് നീ പറയാൻ പാടില്ലായിരുന്നു. എനിക്കറിയാം ഞാൻ വളരെ ഷെൽഫിഷ് ആയിട്ടാ പെരുമാറിയത്. തെറ്റ് എന്റെ ഭാഗത്താ. അന്ന് നീ എന്നെ നിന്റെ കൂടെ നിർത്തിയിരുന്നെങ്കിൽ എപ്പോഴും ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. അതാ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഹേ ഹിറാഗി, നീ എവിടെ പോയാലും ആ സ്ഥലത്ത് നീ ടോപ്പ് ആയിരിക്കണം. അതിനുവേണ്ടി ഞാൻ നിന്റെ കൂടെ തന്നെ നിന്ന് നിന്നെ ഹെൽപ്പ് ചെയ്യും. എന്റെ ഈ ഗോൾ ഒരിക്കലും മാറാൻ പോകുന്നില്ല. എപ്പോഴും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് സാക്കോ ഹിറാഗിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാര്യം ഇപ്പൊ ഹിറാഗി ആലോചിക്കുന്നു. ഫ്യൂരിലുള്ള എല്ലാവരും വളരെയധികം സ്ട്രോങ് ആണല്ലോ എന്ന് പറഞ്ഞ് ചിന്തിച്ചു നിൽക്കുവാണ് ഷിഷിട്ടോറിയിലെ എല്ലാവരും. ഇവനും വളരെ സ്ട്രോങ് ആണല്ലോ, അങ്ങനെയാണെങ്കിൽ ഇവന്റെ കൂടെ എനിക്ക് ഫൈറ്റ് ചെയ്യണം എന്ന് പറയാണ് ടോമിയാമ. വാളണ്ടിയേഴ്സ് ആരെങ്കിലും പോയിട്ട് അവനെ അവിടെ നിന്നും എടുത്തു മാറ്റ് എന്ന് ജോ അവരോട് പറയുന്നു. എന്നാൽ അപ്പോ തന്നെ ഹിറാഗി അവനെ എടുത്ത് സേഫ് ആയിട്ടൊരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുന്നു. ഓ താങ്ക് യു. ഇനി എന്തായാലും ഇവന് ഷിഷിട്ടോറിയനിൽ നിൽക്കാൻ അർഹതയില്ല എന്ന് പറഞ്ഞ് ജോ അവന്റെ ജാക്കറ്റ് ഊരാൻ വേണ്ടി ശ്രമിക്കുന്നു. പെട്ടെന്ന് തന്നെ അത് തടയാണ് ഹിറാഗി. നീ ആദ്യം നിന്റെ മാച്ച് കഴിഞ്ഞിട്ട് വാ. ആർക്കറിയാം
ഒരുപക്ഷെ നീ ഇതിലും മോശമായിട്ടായിരിക്കും കിടക്കാൻ പോകുന്നത്. ഞാൻ മൈൽഡ് വോയിസ് എന്ന് വിചാരിച്ച് ഒരുപാടധികം ശബ്ദത്തോടെയാണ് ഒച്ചയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നിന്റെ കൂടെയുള്ളവർ തോറ്റുപോയത് കൊണ്ട് വീക്കാണെന്ന് പറഞ്ഞിട്ടല്ലേ നീ അവരെ അറ്റാക്ക് ചെയ്യുന്നേ? നെക്സ്റ്റ് മാച്ചില് നീ തോറ്റുപോയാ നിന്റെ മാച്ച് അവസാനിപ്പിച്ച് സാക്കോയെ എന്ത് ചെയ്യണമെന്ന് നീ തീരുമാനിച്ചോ? ഓ, നീ വളരെ ശബ്ദത്തോടെയാണല്ലോ ചിന്തിക്കുന്നേ എന്ന് ജോ അവനോട് പറയുന്നു. സോ സീറ്റിൽ പോയിരിക്കുന്ന ഹുമേമിയെ കണ്ട് എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുകയാണ് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ്. നിന്റെ ബാക്ക് കിക്ക് അത് വളരെയധികം സൂപ്പർ ആയിരുന്നു. ഞാനാണ് ആ സ്ഥാനത്തുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായേനെ എന്ന് ഹുമേമി അവനോട് പറയുന്നു. നിനക്കവനെ നേരത്തെ തന്നെ അറിയാമായിരുന്നല്ലേ? അതിനെപ്പറ്റി ഇപ്പൊ സംസാരിക്കാൻ നിനക്ക് ആഗ്രഹമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ നിനക്കത് എന്നോട് പറയണമെന്ന് തോന്നുവാണെങ്കിൽ എപ്പോ വേണമെങ്കിലും വന്ന് പറയാം. അത് കേൾക്കാൻ ഞാൻ എപ്പോ വേണമെങ്കിലും റെഡിയാണ് എന്ന് ഉമേമി അവനോട് പറയുന്നു. സോ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. സോ അടുത്ത എപ്പിസോഡിലാണ് നമ്മൾ ഏവരും കാത്തിരുന്ന സാക്രയും ജോയും തമ്മിലുള്ള ഫൈറ്റ്. തീർച്ചയായിട്ടും അത് വേറെ ലെവലായിരിക്കും. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും കുറ്റമോ കുറവുകളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ പോസിറ്റീവ് ഞങ്ങൾക്ക് കേൾക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ നെഗറ്റീവാണ് ഞങ്ങൾക്ക് കേൾക്കേണ്ടത്. എന്നാലേ ഇനിയും ഞങ്ങൾക്ക് ഒരുപാടധികം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂ. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാതെ വരിക്കും. ബൈ.